വെച്ച് കൊടുത്താൽ മാത്രം തീരുന്ന പ്രശ്നമല്ല അവിടെ. പ്രതിപക്ഷം മുന്നോട്ട് വെച്ചൊരു ആവശ്യം മൈക്രോ ലെവൽ ഫാമിലി പാക്കേജാണ്. അതായത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, കുട്ടികൾ മാത്രമായ വീട് വെച്ച് കൊടുത്താൽ മതിയോ ജീവിക്കണ്ടേ? ഇനി കുട്ടികളും ബന്ധുക്കളും എല്ലാവരും നഷ്ടപ്പെട്ടു, പ്രായമായവർ മാത്രം. ഇനി വീട്ടിലെ ഏണിംഗ് മെമ്പർ, വരുമാനം ഉണ്ടാക്കുന്ന ആളില്ല, ബാക്കി കുടുംബം മാത്രം ബാക്കി, എങ്ങനെ ജീവിക്കും? അപ്പോൾ ഓരോ കുടുംബത്തിനും മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണം. അവർക്ക് ജീവിക്കാൻ, അവർക്ക് വരുമാനം ഉണ്ടാകാൻ, അവരുടെ ഉപജീവനത്തിനുള്ള കാര്യം ഇതെല്ലാം ചെയ്യണം. പിന്നെ ഈ കാർഷിക മേഖലയായിരുന്നു അത് കുറേ ഭാഗം. ഇപ്പം നമ്മൾ വീടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവർക്കൊരു കാലിത്തൊഴുത്തിന് പോലും സ്ഥലമില്ലാത്ത രീതിയിലാകരുത്. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറേ കൂടി സ്ഥലം കൊടുക്കണം അവർക്ക്. വലിയ വീടിനേക്കാൾ പ്രധാനം കുറേ കൂടി സ്ഥലമാണ്. കാരണം ഈ കാർഷിക മേഖല നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കാർഷിക മേഖല വലിയ തകർച്ചയിലാണ്. അവർ പലരും ജീവിക്കുന്നത് പശുവിനെ കറന്നിട്ട് പാൽ കൊടുത്തിട്ടാണ്. അപ്പോൾ ഒരു കാലിത്തൊഴുത്ത് പോലും വെട്ടാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ വരരുത്. നമ്മളവരെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് വീട് നഷ്ടപ്പെട്ടവരെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് മാത്രമല്ല, അത് കുറേ കൂടെ വൈഡർ ആംഗിളിൽ, കുറേ കൂടെ വിശാലമായ കാഴ്ചപ്പാടിൽ അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളിലേക്ക് കടക്കണം എന്നുകൂടി ഞങ്ങൾ ആ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ആലോചിക്കാം, പക്ഷേ അതിനുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള പദ്ധതികളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ബെനഫിഷ്യറീസ്, അല്ല ഇത് ആരാണ് വിക്ടിംസ് യഥാർത്ഥത്തിൽ എന്നതിൻ്റെ ലിസ്റ്റ് കറക്റ്റല്ല. ഞാനത് വളരെ സങ്കടകരമായ കാര്യമാണ്. നമ്മൾ പിന്നെ ഇതിനോട് യോജിച്ച് പോകാൻ തീരുമാനിച്ചുകൊണ്ടാണ് പലതും പറയാത്തത്. അതായത് ഇതുവരെ രണ്ട് രീതിയിലുള്ള ആളുകളുണ്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. ഒന്ന്, വീട് എടുത്തു പോയവർ ആളുകൾ കംപ്ലീറ്റ്, അതൊരു വിഭാഗം ആളുകൾ. അത് എത്ര പേരുണ്ട് അത് സർക്കാരിൻ്റെ കണക്കുണ്ടോ? ഇല്ല. രണ്ടാമത്, ഇനി അവിടെ പോയി വീടുണ്ട്, പക്ഷെ അവിടെ പോയി താമസിക്കാൻ പറ്റില്ല. കാരണം അപകടാവസ്ഥയിലാണ് ആ വീട് നിൽക്കുന്നത്. അവർക്ക് അവിടെ പോയി താമസിപ്പിക്കാൻ പറ്റില്ല. ആരും പോകരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോകാനും പറ്റില്ല, താമസിക്കാനും പറ്റില്ല. അവരെയും വേണം. അതെത്ര പേരുണ്ട്? അപ്പം ഇത്രയും മാസമായിട്ട് അതൊന്നിൻ്റെ കൃത്യമായ കണക്കില്ല. നേരത്തെ ഒരു കണക്ക് തയ്യാറാക്കിയപ്പോൾ ഇരട്ടിപ്പ് 62 പേരുടെ ഇരട്ടിപ്പ്. ഇത് 5000 പേരും 10000 പേരുള്ള ലിസ്റ്റല്ലല്ലോ തയ്യാറാക്കുന്നത്. 400 500 അല്ലെങ്കിൽ കൂടി വന്ന 600 പേരുള്ള ലിസ്റ്റല്ലേ തയ്യാറാക്കുന്നത്. ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഉദ്യോഗസ്ഥരത് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ശ്രദ്ധ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഒരു മന്ദത ഉണ്ട്, പതിയാണ് പോകുന്നത്, സ്ലോ ആയിട്ടാണ് പോകുന്നത്. അത് വേഗത്തിലാക്കണം, സമയബന്ധിതമാക്കണം. കുറേ കൂടി വ്യക്തതയും സുതാര്യതയും ഈ കാര്യത്തിൽ വരണം.